കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത് ഷൈജു കുറുപ്പ്, സായ്കുമാർ, കലാരഞ്ജിനി, ശ്രീജ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച ഭരതനാട്യം എന്ന സിനിമ ഇന്ന് ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്രതീക്ഷിതമായാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. അപ്പോൾ സിനിമ ഇപ്പോൾ കണ്ടു തീർത്തിട്ടുണ്ട്. അപ്പോൾ സിനിമയെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്യാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. അപ്പോൾ വൈകിട്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ സിനിമ അത്ര സുഖമുള്ള സിനിമയായിട്ട് തോന്നിയിട്ടില്ല. ഒരു എപ്പോൾ ആവറേജ് സിനിമ അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. സിനിമയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ സായ്കുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഭരതൻ എന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ചില ഉടായ്പകൾ മനസ്സിലാക്കി നട്ടം തിരിയുന്ന മക്കളുടെ കഥയാണ് സിനിമയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഭരതനാട്യം എന്ന പേര് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സിനിമയുടെ പേരുമായി നല്ല സാമ്യം പുലർത്തുന്ന കഥ തന്നെയാണ് ഈ സിനിമയിലെ കഥ. അതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലെ സിനിമയിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് ഷൈജു കുറുപ്പാണ്. അദ്ദേഹമാണ് ഈ സിനിമയിലെ നായകൻ. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലി തന്നെയാണ്. അച്ഛൻ്റെ ഉടായ്പകൾ മനസ്സിലാക്കിയിട്ട് അത് നാട്ടുകാരെ അറിയിക്കാതെ കഷ്ടപ്പെട്ട് നട്ടം തിരിയുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹം സ്ഥിരം ശൈലിയിൽ തന്നെയാണ് ആ കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ മൊത്തമായി പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ആവറേജ് സിനിമയായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഒരു മാറ്റവും തോന്നിയിട്ടില്ല. പിന്നെ സിനിമയുടെ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ ശരിക്കും ക്ലീഷേ സീനുകളാണ് സ്ക്രിപ്റ്റിലുള്ളത്. അവിടെ നിന്നൊക്കെ ചെറുതായിട്ട് നമുക്ക് ചിരിക്കാനുള്ള വകയൊക്കെ സിനിമ കൊണ്ടുവരുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നല്ലൊരു സെൻറ്റിമെൻ്റൽ സീനിലൊക്കെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ മൊത്തമായി പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ആവറേജ് സിനിമ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുക. സിനിമ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.